കേരളത്തിൽ വാർത്താ ചാനലുകളിൽ സാമൂഹിക നിരീക്ഷകൻ എന്ന നിലയിലും പൊതുമണ്ഡലത്തിൽ രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന നിലയിലും അറിയപ്പെടുന്ന വ്യക്തിയാണ് ശ്രീ എം.എൻ. കാരശ്ശേരി. അദ്ദേഹം താനൊരു വിശ്വാസിയല്ല എന്നും മതവിമർശനം ഇഷ്ടപ്പെടുന്ന ആളാണ് എന്നും ഒക്കെ പറയാറുണ്ടെങ്കിലും അദ്ദേഹം മതത്തിനെതിരെയോ വിശ്വാസങ്ങൾക്കെതിരെയോ എന്തെങ്കിലും കാര്യമായി പറഞ്ഞതായിട്ട് ഒന്നും കണ്ടിട്ടില്ല. അവിടെ ഇവിടെയും തൊട്ടും തുടിപ്പിച്ചൊക്കെ പലതും പറഞ്ഞിട്ടുമുണ്ട്, അത് ശരി തന്നെ. എന്ന് മാത്രമല്ല, ഈ വിഷയത്തിൽ അദ്ദേഹം സി രവിചന്ദ്രന്റെ നിലപാടിനോട് എതിർത്തുകൊണ്ട് രവിചന്ദ്രൻ ദൈവമില്ല എന്ന് പറയുന്നത് തെറ്റാണെന്ന് പറഞ്ഞിരുന്നു. ഈ വിഷയത്തിൽ രവിചന്ദ്രനുമായ ഒരു സംവാദത്തിന് താൻ തയ്യാറാണ് എന്നും അദ്ദേഹം അറിയിച്ചിരുന്നു. അന്ന് അദ്ദേഹം പറഞ്ഞത് ദൈവം ഉണ്ടോ ഇല്ലയോ എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ, എന്നാൽ രവിചന്ദ്രൻ ദൈവമില്ല എന്ന് വാദിക്കുന്ന ആളാണ്. അങ്ങനെ ഒരു കാര്യം ഖണ്ഡിതമായി പറയാനുള്ള തെളിവ് രവിചന്ദ്രനോ നിരീശ്വരവാദികൾക്കോ ഇല്ലാത്തതുകൊണ്ട് ദൈവമില്ല എന്നുള്ള വാദം തെറ്റാണെന്നായിരുന്നു അന്ന് അദ്ദേഹം പറഞ്ഞത്. ഈ വിഷയത്തിൽ സംവാദത്തിന് തയ്യാറാണ് എന്ന് അദ്ദേഹം അറിയിച്ചതനുസരിച്ച് എസൻസ് അതിനുള്ള ഒരു അവസരം ഉണ്ടാക്കാൻ ശ്രമിച്ചിരുന്നു. എന്നാൽ കോവിഡ് കഴിഞ്ഞിട്ടാവാം എന്നൊക്കെ പറഞ്ഞെങ്കിലും പിന്നീട് അദ്ദേഹം പല കാരണങ്ങളും പറഞ്ഞ് ആ സംവാദത്തിൽ നിന്ന് പിൻവാങ്ങുകയാണ് ഉണ്ടായത്. അദ്ദേഹം മതത്തെ വിമർശിക്കുന്നില്ല എന്നതോ പോകട്ടെ, മതത്തെ വിമർശിക്കുന്നവരെ വിമർശിക്കുക എന്ന നിലപാടാണ് അദ്ദേഹം പല സന്ദർഭങ്ങളിലും എടുത്തിട്ടുള്ളത്. പക്ഷെ തന്റെ ഈ നിലപാടുകൾക്ക് പലപ്പോഴും അദ്ദേഹം കൂട്ടുപിടിച്ചിട്ടുള്ളത് ഗാന്ധിജിയുടെ നിലപാടുകളായിരുന്നു എന്ന് പരസ്യമായി പറയാറുമുണ്ട്. ഗാന്ധിജി ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു നബിയോ പ്രവാചകനോ ഒന്നുമല്ല. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ള നല്ല നേതാക്കന്മാരിൽ ഒരു നേതാവാണ് ഗാന്ധിജി. എന്നാൽ എല്ലാ കാലവും മാതൃകയാക്കാൻ പറ്റുന്ന ഒരു പ്രവാചകനൊന്നും ആയിരുന്നില്ല ഗാന്ധിജി. അതിന്റെ അർത്ഥം നമ്മുടെ പ്രവാചകൻ എല്ലാ കാലത്തേക്കുള്ള മാതൃകയാണെന്നല്ല ഞാൻ സമ്മതിക്കുന്നത്. അത് അവരുടെ വാദം, അത് വെച്ച് പറഞ്ഞതാണ്. ഗാന്ധിജി ഒരു നല്ല നേതാവായിരിക്കുമ്പോൾ തന്നെ വിമർശനത്തിന് വിധേയനാവേണ്ട ഒരു സാധാരണ മനുഷ്യൻ കൂടിയായിരുന്നു. ഗാന്ധിയുടെ കൊച്ചുമകനായ തുഷാർ ഗാന്ധി എഴുതിയ ലെറ്റ്സ് കിൽ ഗാന്ധി എന്ന പുസ്തകത്തിൽ ഗാന്ധി നടത്തിയിട്ടുള്ള വഴിവിട്ട മതപ്രീണനങ്ങളും മതേതര വിരുദ്ധ പ്രവൃത്തികളും ജനാധിപത്യ വിരുദ്ധതയും തുറന്നു കാട്ടുന്നുണ്ട്. മറ്റൊരു കൊച്ചുമകനായ രാജ്മോഹൻ ഗാന്ധി എഴുതിയ ദ മാൻ, ഹിസ് പീപ്പിൾ ആൻഡ് ദി എംപയർ ഗാന്ധിയിലെ ഏകാധിപതിയെ തുറന്നു കാട്ടുന്ന പുസ്തകമാണ്. മറ്റൊരു കൊച്ചുമകനും മുൻ ബംഗാൾ ഗവർണറുമായിരുന്ന ഗോപാലകൃഷ്ണ ഗാന്ധി ഗാന്ധിയെക്കുറിച്ച് എഴുതിയിട്ടുള്ളവയും അത്ര സുഖകരമായ കാര്യങ്ങളൊന്നുമല്ല. ഗാന്ധിയുടെ ചാതുർവർണ്ണയ വ്യവസ്ഥയോടുള്ള താല്പര്യം, കുടുംബത്തോടുള്ള അവഗണന, അതേസമയം അദ്ദേഹം നടത്തിയിട്ടുള്ള ലൈംഗിക പരീക്ഷണങ്ങൾ, ഗാന്ധിയുടെ ലാളിത്യത്തിനും കുടുംബാംഗങ്ങൾ കൊടുക്കേണ്ടി വന്ന വില എന്നിവയെല്ലാം വിശദമായി ഗോപാലകൃഷ്ണ ഗാന്ധി എഴുതുന്നുണ്ട്. മറ്റൊരു കൊച്ചുമകനായ അരുൺ ഗാന്ധി എഴുതിയ ദ ഗിഫ്റ്റ് ഓഫ് ആങ്കർ വായിച്ചാൽ നമ്മുടെ മനസ്സിലുള്ള സൗമ്യനായ ഗാന്ധിയെ മറക്കേണ്ടി വരും. മറ്റൊരു കൊച്ചുമകളായ ഇള ഗാന്ധി ഗാന്ധിയെ അതിനിശിതമായിട്ടാണ് വിമർശിക്കുന്നത്. മകളോടോ ഭാര്യയോടോ യാതൊരു വൈകാരിക ബന്ധവും കാണിക്കാത്ത ഗാന്ധി അഭയോടും മനുവിനോടും കാണിച്ചിരുന്ന വൈകാരിക അടുപ്പത്തെക്കുറിച്ച് ഇള നിശിതമായിട്ടാണ് പ്രതികരിക്കുന്നത്. രാജ്യം നിർണായകമായ സാഹചര്യങ്ങളിലേക്ക് കടന്നു പോകുമ്പോൾ ഗാന്ധിജി ഏകാധിപത്യപരമായി മാത്രമാണ് സ്വാതന്ത്ര്യ സമരത്തെ നേരിട്ടത്. അതിൽ പലതും ഇന്ത്യക്കാർക്കോ എതിരായ നിലപാടുകൾ പോലും ആയിരുന്നു. മറ്റൊരു കൊച്ചുമകളായ ഉമാ ദുഫാരി എഴുതിയ പുസ്തകമാണ് ഗാന്ധീസ് പ്രിസണർ. തന്റെ മുത്തച്ഛനായ മണിക് ലാൽ ഗാന്ധിയെ ഒരു തടവുകാരനെ പോലെയാണ് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി കണ്ടിട്ടുള്ളത് എന്ന് ഉമ വേദനയോടെ കുറ്റപ്പെടുത്തുന്നു. സ്ത്രീകളുമായി അദ്ദേഹം നടത്തിയിട്ടുള്ള പരീക്ഷണങ്ങൾ, അതിനുവേണ്ടി ആ സ്ത്രീകൾ നേരിടേണ്ടി വന്ന സഹനങ്ങൾ, ഗാന്ധിയെ മഹാനാക്കാൻ വേണ്ടി കസ്തൂർബ സഹിക്കേണ്ടി വന്ന സാഹചര്യങ്ങൾ, അങ്ങനെ എത്രയെത്ര വസ്തുതകൾ. ഇവയുടെ വെളിച്ചത്തിൽ ഗാന്ധിജി മുന്നോട്ട് വെച്ച മതേതരത്വവും ജനാധിപത്യവും വിമർശനപരമായി പരിശോധിച്ച ഒരു പ്രഭാഷണമായിരുന്നു സി രവിചന്ദ്രൻ നടത്തിയ വെടിയേറ്റ വന്മരം എന്ന പ്രഭാഷണം. ആ പ്രഭാഷണത്തെ വിമർശിച്ചുകൊണ്ട് ശ്രീ കാരശ്ശേരി കുറച്ചധികം വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോകൾ ആരും കാര്യമായി ശ്രദ്ധിക്കാത്തത് കൊണ്ടാവണം അദ്ദേഹം അത് പിന്നീട് ഒരു പുസ്തകമായി പ്രസിദ്ധീകരിച്ചു. അതും കാര്യമായി ശ്രദ്ധിക്കപ്പെടാത്തത് കൊണ്ട് അദ്ദേഹത്തിന് ലഭിക്കുന്ന വേദികളിൽ എല്ലാം ചില കളവുകൾ പറഞ്ഞുകൊണ്ട് അധപ്പതിക്കുന്ന കാഴ്ചയാണ് നമ്മൾ ഈ അടുത്ത നാളിൽ കണ്ടത്. ഇസ്ലാം മത വിമർശകൻ ആയിരുന്ന മുൻ മൗലവിയായ അയൂബ് മൗലവിയുടെ ഒരു ബുക്ക് DC ബുക്സ് പ്രസിദ്ധീകരിച്ചിരുന്നു. അതിന്റെ അവതാരിക എഴുതിയത് എം.എൻ. കാരശ്ശേരിയാണ് എന്നാണ് ബുക്കിലുള്ളത്. എന്നാൽ താൻ അങ്ങനെ ഒരു അവതാരിക എഴുതിയിട്ടേയില്ല. പുസ്തകം മുഴുവൻ പിൻവലിച്ചില്ലെങ്കിൽ ഞാൻ നിയമ നടപടി സ്വീകരിക്കുമെന്ന് DC ബുക്സിനെ ഭീഷണിപ്പെടുത്തി ആ പുസ്തകങ്ങൾ മുഴുവൻ പിന്നീട് പിൻവലിക്കുകയുണ്ടായി. എന്തായാലും ഈ സംഭവത്തിന് ശേഷം അധികം വൈകാതെ അയൂബ് മൗലവി ഇസ്ലാം മതത്തിലേക്ക് തിരിച്ചു പോവുകയും ചെയ്തു. അങ്ങനെ ഒരു കണക്കിൽ ഇസ്ലാമിലേക്ക് നിരീശ്വരവാദത്തിൽ നിന്ന് ആളെ എത്തിച്ചു കൊടുക്കുന്ന പരിപാടിക്ക് ആണോ കാരശ്ശേരി മാഷ് ശ്രമിച്ചതെന്ന് സംശയം തോന്നിയാൽ അതിന് കുറ്റം പറയാൻ പറ്റൂ. ഇപ്പോൾ ഇത് പറയാൻ കാര്യം 80 വയസ്സ് കഴിഞ്ഞ ഇസ്ലാം മത വിമർശകനും എഴുത്തുകാരനുമായ അബ്ദുൾ അലി മാഷിനെ ആദരിക്കുന്ന ഒരു പരിപാടിയിൽ അബ്ദുൾ അലി മാഷിനെ കുറിച്ചോ അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തെ കുറിച്ചോ ഒരക്ഷരം പോലും മിണ്ടാതെ ശ്രീ കാരശ്ശേരി രവിചന്ദ്രനെ കടന്ന് ആക്രമിക്കുകയാണ് ഉണ്ടായത്. നമുക്ക് ആ ഭാഗം ഒന്ന് കേട്ടു നോക്കാം. രവിചന്ദ്രൻ ഗാന്ധിയെ പറ്റി സംസാരിക്കുന്നു. അദ്ദേഹം പറയാണ്, മലബാർ കലാപത്തെ ന്യായീകരിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ പോരാളികളുടെ ധീരമായ ഒരു പ്രവൃത്തിയാണത് എന്ന് ഗാന്ധി അതിനെ പുകഴ്ത്തി. ഇറ്റ് വാസ് എ ബ്രേവ് ആക്ട് ഓഫ് അള്ളാഹ്സ് വാരിയേഴ്സ്. അദ്ദേഹത്തിന്റെ വെടിയേറ്റ വന്മരം എന്നുള്ള പ്രസംഗത്തിൽ ഒരു വാക്യാണ് ഉദ്ധരിച്ചത്. ഇത് പൂർണ്ണമായും അസത്യമാണ്. ഇത് എവിടെയാണ് ഇത് കണ്ടത് എന്ന് വെളിപ്പെടുത്തണം എന്ന് ഞാൻ ഒരു സംഭാഷണം പറഞ്ഞത് ഇതുവരെ അദ്ദേഹം വെളിപ്പെടുത്തിയിട്ടില്ല. കാരണം കോൺഗ്രസും ഗാന്ധിയും മുസ്ലിങ്ങളെ വഞ്ചിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് മലബാർ കലാപത്തെ കോൺഗ്രസും ഗാന്ധിയും തള്ളി പറഞ്ഞുകൊണ്ടാണ് മലബാറിൽ മുസ്ലിം ലീഗ് ഉണ്ടായത്. മുസ്ലിം ലീഗ് 1937 കലാപം നടക്കുന്ന 21-22 കാലത്താണ്.
അപ്പൊ ഗാന്ധി അതിനെ ന്യായീകരിച്ചു എന്ന് കള്ളം പറയുന്നതിൽ എന്ത് യുക്തിചിന്തയാണ് പ്രവർത്തിക്കുന്നത്? ഇതിൽ അദ്ദേഹം പറയുന്നത് 1921 മാപ്പിള ലഹളയെക്കുറിച്ച് മലബാറിലെ മാപ്പിളമാർ മതപരമായ കാരണം മൂലമാണ് ഈ അക്രമം നടത്തിയത് എന്ന് ഗാന്ധിജി പറഞ്ഞുവെന്ന് രവിചന്ദ്രൻ കളവ് പറഞ്ഞതാണ് എന്നാണ്. ഇതേക്കുറിച്ച് രവിചന്ദ്രൻ മറുപടി പറയണമെന്ന് താൻ പല പ്രഭാഷണങ്ങളിലും പറഞ്ഞിട്ടുണ്ടെങ്കിലും രവിചന്ദ്രൻ ഇതുവരെ മറുപടി പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് അത് കളവാണ് എന്ന് അദ്ദേഹം വീണ്ടും ആവർത്തിക്കുന്നു. എന്നാൽ ഗാന്ധിജിയെ അരച്ചു കലക്കി കുടിച്ചിട്ടുള്ള കാരശ്ശേരി മാഷിന് ഗാന്ധിജിയുടെ എഴുത്തുകളും അദ്ദേഹത്തെക്കുറിച്ചുള്ള മറ്റ് ഗ്രന്ഥങ്ങളും ഒക്കെ ഇന്ന് നിഷ്പ്രയാസം ലഭിക്കുന്നതും വായിക്കാൻ സാധിക്കുന്നതുമാണ്. യങ് ഇന്ത്യയിൽ 1921 നവംബർ 27 ഗാന്ധിജി എഴുതിയ ടു ദ ലിബറൽസ് എന്ന ലേഖനത്തിൽ ഇക്കാര്യം വളരെ കൃത്യമായി എഴുതിയിട്ടുണ്ട്. ദ കളക്ഷൻ വർക്ക് ഓഫ് മഹാത്മാഗാന്ധി എന്ന പുസ്തകത്തിൽ 151 പേജിൽ ഈ ലേഖനം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ ഇങ്ങനെയാണ് എഴുതിയിട്ടുള്ളത്: മലബാർ കലാപത്തിൽ മാപ്പിളമാരുടെ ധീരത പ്രശംസിക്കപ്പെടേണ്ടതാണ്. അവർ ഈ കലാപത്തോടുള്ള സ്നേഹത്തിന് വേണ്ടിയല്ല പോരാടുന്നത്, മറിച്ച് മതപരമായി തങ്ങൾ കരുതുന്ന, മതപരമെന്ന് വിശ്വസിക്കുന്ന ഒന്നിനു വേണ്ടിയാണ് അവർ പോരാടുന്നത്. ഈ പോരാട്ടം തുടരുന്നതിലൂടെ അവരിൽ ബഹുഭൂരിപക്ഷത്തിനും വ്യക്തിപരമായി ഒന്നും നേടാനില്ല. മതപരമായ ഒരു കടമ മാത്രമാണത്. ഇതിന്റെ സ്ക്രീൻഷോട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇതിൽ നിന്നും കാര്യങ്ങൾ വളരെ വ്യക്തമായി മനസ്സിലാക്കാം. സി രവിചന്ദ്രൻ പറഞ്ഞതുപോലെ തന്നെയാണ് ഗാന്ധിജി പറഞ്ഞത്. ഇനി ഇത് മാത്രമല്ല, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ആ പ്രഭാഷണത്തിൽ നിന്ന് അടർത്തിയെടുത്ത് തെറ്റായി ശ്രീ കാരശ്ശേരി വ്യാഖ്യാനിക്കുന്നുണ്ട്. ഗാന്ധിജി ദൈവവിശ്വാസിയാണ്, സവർക്കർ നിരീശ്വരവാദിയാണ്, അതുകൊണ്ട് സവർക്കർ ആണ് നല്ല ആളെന്ന് നമ്മൾ കരുതണമെന്ന് രവിചന്ദ്രൻ പറഞ്ഞു എന്നുള്ള വലിയ കളവും അദ്ദേഹം പറയുന്നുണ്ട്. രവിചന്ദ്രൻ സവർക്കറെ കുറിച്ച് പറഞ്ഞത് സവർക്കർ നിരീശ്വരവാദിയാണ് എന്ന് ചില ആളുകൾ തെറ്റായി പ്രചരിപ്പിക്കാറുണ്ട്. അദ്ദേഹം മതചടങ്ങുകൾ നിർവഹിച്ചിരുന്നു എന്നും ദേവീ സ്തുതികൾ പാടിയിരുന്നുവെന്നും അദ്ദേഹത്തിന്റെ തന്നെ പുസ്തകങ്ങളിൽ എഴുതിയിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. പക്ഷെ സവർക്കർ ഒരിക്കലും ഒരു എത്തീസ്റ്റ് ആയിരുന്നില്ല. പക്ഷെ ഹിന്ദുത്വം മുന്നോട്ട് വെച്ച സവർക്കർ എത്തീസ്റ്റ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് എത്തീസത്തെ ആക്ഷേപിക്കുന്നവരുണ്ട്. അത് മറിച്ച് യുക്തിവാദത്തിന്റെ കാര്യത്തിലും ഈ ജാതി, പച്ചയായ ജാതി SNDPയും ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്നവരെ എത്തീസ്റ്റ് ആയിട്ട് വിശേഷിപ്പിച്ചു എന്ന് പറയുന്നത് പോലെയുള്ളൂ. അതായത് ചുരുക്കത്തിൽ താൻ ഒരു മതത്തിൽ വിശ്വസിക്കാത്ത, മതത്തെ എതിർക്കുന്ന, പൗരോഹിത്യത്തെ എതിർക്കുന്ന ആളാണ് എന്ന് പറയുമ്പോഴും ഇസ്ലാമിനെ വേദനിക്കുന്നതിൽ അങ്ങേയറ്റം വിഷമിക്കുന്ന ഒരു ഇരട്ടത്താപ്പ് വ്യക്തിയായിട്ടാണ് കാരശ്ശേരിയെ നമുക്ക് ഇപ്പോൾ കാണാൻ കഴിയുന്നത്.